ആലപ്പുഴ ഹരിപ്പാട് 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ ആനക്കൊമ്പിൽ ഇരുത്തിയ അച്ഛൻ ഉൾപ്പെടെയുള്ള പാപ്പന്മാർക്കെതിരെ നടപടി കടുപ്പിച്ചു പോലീസ്. കുട്ടിയുടെ അച്ഛൻ കൊട്ടിയം അഭിലാഷിനെ പെരുമ്പാവൂരിൽ നിന്ന് ഹരിപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തു. പേടി മാറ്റാൻ എന്ന അന്ധവിശ്വാസത്തിന്റെ പേരിൽ 6 മാസം മാത്രം പ്രായമുള്ള സ്വന്തം കുഞ്ഞുമായി 2 മാസം മുൻപ് പാപ്പാനെ ചവിട്ടിക്കൊന്ന ഹരിപ്പാട് സ്കന്ദൻ എന്ന അക്രമ സ്വഭാവിയായ ആനയുടെ ചുവട്ടിലൂടെ അച്ഛനായ പാപ്പാൻ കാണിച്ച സാഹസം ആരെയും നടുക്കുന്നതായിരുന്നു. കഴിഞ്ഞ 3-നായിരുന്നു സംഭവം. ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിനടുത്ത് തളച്ചിരുന്ന ഹരിപ്പാട് സ്കന്ദൻ എന്ന അക്രമ സ്വഭാവമുള്ള ആനയുടെ കാലിനടിയിലൂടെ 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി. കുഞ്ഞിന്റെ പേടി മാറ്റാൻ എന്ന അന്ധവിശ്വാസത്തിന്റെ പേരിലായിരുന്നു നടപടി. മതിലിനു പുറത്തുനിന്ന് നാട്ടുകാർ പകർത്തിയ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചു. ആന അക്രമ സ്വഭാവം കാട്ടുന്നതാണ് എന്നതടക്കമുള്ള മുന്നറിയിപ്പുകൾ നാട്ടുകാർ നൽകിയിട്ടും പാപ്പാന്മാർ സാഹസം തുടരുകയായിരുന്നു. ആനയുടെ താൽക്കാലിക പാപ്പാനായ കൊട്ടിയം സ്വദേശി അഭിലാഷാണ് കുഞ്ഞിന്റെ അച്ഛൻ. ആനയുടെ കൊമ്പിലിരുത്തിയ കുട്ടി അവിടെ നിന്ന് വഴുതി ആനയുടെ കാൽച്ചുവട്ടിൽ വീഴുന്നത് ദൃശ്യങ്ങളിൽ കാണാം. തലനാരിഴയ്ക്കാണ് കുഞ്ഞ് രക്ഷപ്പെട്ടത്. സംഭവം നടക്കുമ്പോൾ 2 പാപ്പാന്മാരും മദ്യപിച്ചിരുന്നതായി ആരോപണമുയരുന്നു. 2 മാസം മുൻപ് പാപ്പാനെ കൊന്നതിനെ തുടർന്ന് തളച്ചിട്ടിരുന്ന ആനയുടെ അടുത്തേക്കാണ് സ്വന്തം കുഞ്ഞുമായി പാപ്പാൻ സാഹസത്തിന് മുതിർന്നത്. ദൃശ്യങ്ങൾ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചപ്പോൾ പോലീസ് സ്വമേധയാ കേസെടുത്തു. ദേവസ്വം പാപ്പാൻ ജിതിൻ രാജിനെ ഇന്നലെ കസ്റ്റഡിയിലെടുത്തിരുന്നു. മൃഗങ്ങളെ ഉപയോഗിച്ചുള്ള ആക്രമണം, ജീവഹാനിക്കിടയാക്കുന്ന പ്രവർത്തനം എന്നീ വകുപ്പുകൾ ചേർത്തു. ജുവനൈൽ ജസ്റ്റിസ് പ്രകാരവും കേസെടുത്തു. സംഭവം വാർത്തയായതോടെ ഒളിവിലായിരുന്ന കൊട്ടിയം സ്വദേശി അഭിലാഷിനെ ഇന്ന് പെരുമ്പാവൂരിൽ നിന്ന് ഹരിപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ദൃശ്യങ്ങൾ സമൂഹത്തിൽ വലിയ ചർച്ചയ്ക്കിടവെച്ചപ്പോൾ പോലീസ് പാപ്പാന്മാർക്കെതിരെ നടപടി സ്വീകരിച്ചു. പക്ഷേ നമ്മുടെ ദേവസ്വം വകുപ്പിലടക്കം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കേണ്ടത് ഒരു കൂട്ടായ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണ്. അതിന് മുൻകരുതൽ നടപടികൾ അത്യാവശ്യമാണ്. ക്യാമറമാൻ ദീപക് ജേക്കബിനൊപ്പം അമൽ സുരേന്ദ്രൻ, ന്യൂസ് മലയാളം, ആലപ്പുഴ.